ഹലോ, വെൽക്കം ബാക്ക് ടു അഞ്ജു സ്വീറ്റ് ഹോം. അപ്പോൾ ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഞാനൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ കുഞ്ഞുമണികൾക്കെല്ലാം സ്കൂൾ തുറന്നല്ലേ. നിങ്ങളുടെ വീട്ടിലുള്ള പിള്ളേർക്കൊക്കെ സ്കൂൾ തുറന്നു. ചിലർക്കൊക്കെ തിങ്കളാഴ്ചയെ തുറക്കുള്ളൂ എന്ന് പറയുന്ന കേട്ടു. അതായത് തിങ്കളെന്ന് പറയുമ്പോൾ എന്താണ്, 9-ാം തീയതി തിങ്കളാഴ്ചയെ തുറക്കുള്ളൂ എന്ന് പറയുന്ന കേട്ടോ. എനിക്ക് തോന്നുന്നു അത് കുഞ്ഞു പിള്ളേർക്കാണെന്ന് തോന്നുന്നു. ഫസ്റ്റ് സ്റ്റാൻഡേർഡോ LKG ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്കാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്, അറിഞ്ഞുകൂടാ. എന്തായാലും നമ്മുടെ ഇവിടെ പൊന്നൂനും മാധുവിനും തിങ്കളാഴ്ച സ്കൂൾ തുറന്നു. ചൊവ്വാഴ്ച അവർക്ക് സ്കൂളിൽ ടീച്ചേഴ്സിൻ്റെ എന്തോ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം ആയത് കാരണം അവധിയായിരുന്നേ. പിന്നെ ഇന്നലെ ഉണ്ടായിരുന്നു, ബുധനാഴ്ച ഉണ്ടായിരുന്നു. ഇതിപ്പോൾ വ്യാഴാഴ്ചത്തെ ഒരു കുഞ്ഞു വ്ളോഗാണ്. അപ്പം ഇന്നലെ ഞാൻ നമ്മുടെ ലുലുവിൽ പോയിരുന്നു. ലുലുവിൽ പോയപ്പോൾ ഈ പിസ്സ ഉണ്ടാക്കുന്ന ബ്രെഡില്ലേ, പീറ്റ ബ്രെഡ്, അതിങ്ങനെ 2 എണ്ണം ഒരു പാക്കറ്റിൽ നമുക്കിങ്ങനെ മേടിക്കാൻ കിട്ടും. അപ്പം അത് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് അതിൽ പിസ്സ ഉണ്ടാക്കിയിട്ട് അവർക്ക് സ്നാക്സിന് അത് കൊടുത്തു വിടാമെന്ന് വിചാരിച്ചു. പിന്നെ ലഞ്ചിന് ഇന്നൊരു വെറൈറ്റി ആയിട്ടൊരു സംഭവം ഉണ്ടാക്കുകയാണ്. അപ്പം അതും ഒക്കെ കൂടെ ചേർത്ത ഒരു കുഞ്ഞൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും. അതുപോലെ ആദ്യമായിട്ടാണ് വീഡിയോ ചാനലും കാണുന്നതെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പം ഞാൻ ഇനി മുതൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസൊക്കെ ഇടണമെന്ന് ആഗ്രഹിക്കുന്നു. ദൈവം സഹായിച്ചാൽ അതിന് പറ്റും എന്ന് വിശ്വസിക്കുന്നേ. അപ്പം രാവിലെ 5 മണിക്ക് തന്നെ എഴുന്നേറ്റിട്ടുണ്ട്. കാരണം നേരത്തെ എഴുന്നേറ്റാലേ നമുക്ക് എല്ലാ ജോലിയും ഒതുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം അതുകൊണ്ടാണ്. പിന്നെ ഇതൊരു ഗ്ലാസ് ഗ്രീൻ ടീ ആണ് കേട്ടോ. രാവിലെ ഒരു ഗ്ലാസ് ഗ്രീൻ ടീ കുടിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ദിവസം തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഒന്ന് സമാധാനത്തിൽ ഇരുന്ന് ഗ്രീൻ ടീ ഒക്കെ കുടിച്ച് ഈ ഒരു 5 മിനിറ്റാണ് ഞാനിപ്പം ശരിക്കും പറഞ്ഞാൽ ഫോണൊന്ന് നോക്കുന്നത്. മെസ്സേജുകളും കാര്യങ്ങളും ഒക്കെ നോക്കുന്നത് ഈ സമയത്താണ്. അല്ലാതെ പകല് അപൂർവമായിട്ടൊക്കെ നോക്കാൻ സമയം കിട്ടുള്ളൂ കേട്ടോ. അപ്പം അതൊക്കെ ഒന്ന് ചെയ്യട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് എന്നിട്ട് വീഡിയോയിലേക്ക് പോവാവേ. അപ്പൊ ഞാൻ നമ്മുടെ ഗ്രീൻ ടീ കുടിയൊക്കെ കഴിഞ്ഞ് ഞാൻ എന്താ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്, നമ്മൾ അങ്കത്തട്ടിലേക്ക് കേട്ടോ. അപ്പൊ ഇന്നലെ ഇവർക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ച 2 ലഞ്ച് ബോക്സ് ആണ്. 2 സ്റ്റീൽ ബോക്സും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ഇന്നലെ കൊണ്ടുപോയത്. അപ്പൊ ഇത് ബെൻഡോ ബോക്സ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട് വീണ്ടും എന്തിനാണ് ബെൻഡോ ബോക്സ് വാങ്ങിച്ചതെന്ന് നിങ്ങൾക്ക് തോന്നും. അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞേ ഇതില് ബട്ടർ പേപ്പറൊക്കെ വെച്ച് ഫുഡ് വെക്കുകയാണെങ്കിൽ പെട്ടെന്നൊന്നും കേടാവത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ച് ചോറും കറിയൊക്കെ കൊടുത്തു വിടുമ്പോഴത്തേക്ക് മറ്റേതിൽ കൊടുത്തുവിടാം, ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാക്കി കൊടുത്തു വിടുമ്പോഴത്തേക്ക് ഇതിലും കൊടുത്തു വിടാം എന്ന് കരുതിയിട്ടാണ് വാങ്ങിച്ചത്. ഇന്നലെ കഴുകി വെക്കണമെന്ന് വിചാരിച്ചു, പക്ഷെ ഞാൻ ഇത് വാങ്ങിച്ചുകൊണ്ട് വന്നത് ഷെൽഫിൽ കൊണ്ടുവച്ചത് കൊണ്ട് തന്നെ കഴുകി വെക്കാൻ മറന്നുപോയി. അപ്പൊ രാവിലെ ഗ്രീൻ ടീ ഉണ്ടാക്കാൻ വെള്ളം തിളപ്പിക്കാൻ വന്നപ്പോൾ തന്നെ ഇതിനെ എടുത്ത് ഫ്രണ്ടിൽ ഈ കിച്ചൺ സ്ലാബിൽ അങ്ങ് വെച്ചു കേട്ടോ. പിന്നെ മുമ്പേ എൻ്റെ വ്ളോഗൊക്കെ സ്ഥിരം കാണുന്നവർക്കറിയാം, ഞാൻ കിച്ചണിൽ കയറുമ്പോൾ തന്നെ ഈ ശാമ്പ്രാണി കട്ട അങ്ങ് പുകച്ച് വെക്കും കേട്ടോ. അപ്പൊ അതേപോലെ അതൊരു പ്രത്യേക ഒരു പോസിറ്റീവ് എനർജി തരും കേട്ടോ. അങ്ങനെ ഞാൻ എന്താ ശാമ്പ്രാണി കട്ടയൊക്കെ പുകച്ച് വെച്ചു. ഇനി അടുത്തത് നമുക്ക് ശിവചേട്ടന് ചായ ഇടണം. അപ്പൊ ഞാൻ ശിവചേട്ടൻ ഇപ്പം ജിമ്മിൽ പോയേക്കാണ് കേട്ടോ. ശിവചേട്ടൻ 7 മണിക്കേ വരുവുള്ളൂ. ഞാൻ ചായ ഇട്ട് വെക്കും, അടിച്ചിങ്ങനെ ഇത് ചെയ്യത്തില്ല, ഇട്ടങ്ങനെ വെച്ചേക്കും. എന്നിട്ട് ശിവചേട്ടൻ വരുമ്പോഴത്തേക്കും വന്നിട്ട് ഞാനത് ഇച്ചിരി പഞ്ചസാരയും കൂടെ ചേർത്ത് അടിച്ചെടുത്ത് അരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതാ രാവിലെ തന്നെ എനിക്ക് പാഴ്സൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ കടലക്കറിയും പുട്ടിന്റെ മാവ് നനച്ചതും അതുപോലെ തന്നെ മാമ്പഴ പുളിശ്ശേരിയാണ് കേട്ടോ. ഇത് അപ്പുറത്തുനിന്ന് കലച്ചേച്ച് കൊണ്ടുവന്നതാണ്. ഞാൻ ഇന്ന് എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഉണ്ടാക്കണേന്ന് ഇന്നലെ ചോദിച്ചു. അപ്പൊ ഇടിയപ്പം എന്ന് പറഞ്ഞപ്പോൾ ചേച്ചിക്ക് അറിയാം, ഇവിടെ എൻ്റെ മൂത്ത പുത്രിക്ക് നമ്മളെ പൊന്നൂന് ഇടിയപ്പം ഒട്ടും ഇഷ്ടമല്ല. അപ്പൊ ഇടിയപ്പം ആണെന്ന് പറയുമ്പോഴെല്ലാം അപ്പുറത്തുനിന്ന് പൊന്നൂനുള്ള കാപ്പിയും എത്തും. അപ്പൊ ഇന്നലെ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ കാപ്പി ഉണ്ടാക്കണ്ട, ഞാൻ അങ്ങ് കൊണ്ടുതരാവേന്ന് പറഞ്ഞു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു രാവിലെ 6 മണിക്ക് കക്ഷിക്ക് ജോലിക്കും പോകണം. അപ്പൊ അതുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു പുട്ട് നീ ഉണ്ടായിക്കോ, ഞാൻ മാവൊക്കെ നനച്ച് സെറ്റാക്കി തരാം, കടലക്കറിയും തരാന്ന് പറഞ്ഞു. അങ്ങനെ നമുക്ക് ഇന്നത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിനുള്ള പുട്ടിന്റെ മാവ് നനച്ചതും കടലക്കറിയുമാണ് എത്തിയത് കേട്ടോ. നിങ്ങൾക്കുണ്ടോ ഇതുപോലെയുള്ള അയൽക്കാരെന്ന് കമന്റ് ചെയ്യണേ കേട്ടാ. എനിക്ക് ഇല്ലായിരുന്നു, ഇപ്പോഴാണ് അത്രയും നല്ലൊരു അയൽക്കാരിയെ കിട്ടുക കേട്ടോ. ഇങ്ങോട്ട് വന്ന്
വന്ന് ചോദിച്ച് കണ്ട് അറിഞ്ഞ് കാര്യങ്ങളൊക്കെ ചെയ്തു തരണ ഒരാള്. ശരിക്കും പറഞ്ഞാൽ അയൽവാസിയാണോ അതോ ബന്ധുക്കളാണോ എന്നുള്ളതാണ് സംശയം. ബന്ധുക്കളെ പോലെ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ അമ്മയ്ക്ക് ഇപ്പൊ ഭയങ്കര സന്തോഷവും സമാധാനമാണ് കേട്ടോ. ഇത്രയും നാളും അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. എനിക്ക് മാത്രമാണ് ഒരു ഹെൽപ്പിനൊരു ആളില്ലാത്തത് എന്നുള്ളത്. ഇപ്പൊ അമ്മയ്ക്ക് ഭയങ്കര ഇതാണ്, എന്തുണ്ടെങ്കിലും അപ്പുറത്ത് കലയുണ്ടല്ലോ എന്നുള്ള ഒരു ഇത്, പിള്ളേരും ഒറ്റയ്ക്കാവൂല എന്നൊക്കെ ഉള്ള ഒരു ചിന്തയും ഒരു സമാധാനവും ഒക്കെ ഇപ്പൊ അമ്മയ്ക്കും ഉണ്ട്. ഇന്ന് ഞാൻ ഇവർക്ക് സ്നാക്സിന് പ്ലാൻ ചെയ്തിരിക്കുന്ന പിസ്സ ആണെന്ന് പറഞ്ഞു. അപ്പൊ അതാ പിസ്സ ബ്രെഡും സാധനങ്ങളും എല്ലാം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് വെച്ചു. ഉച്ചയ്ക്ക് ഒരു വെറൈറ്റി ഒരു സംഭവം ഉണ്ടാക്കണമെന്നാണ് കേട്ടോ. ചപ്പാത്തിയിൽ ചിക്കനൊക്കെ ഫില്ല് ചെയ്ത ഒരു സംഭവമായിരുന്നു. അപ്പൊ അതാ ചിക്കൻ, നമ്മളെ പിസ്സയ്ക്ക് വേണ്ടിയിട്ടുള്ള ചിക്കന്റെ ബ്രസ്റ്റ് ഞാൻ ഇന്നലെ ലുലുന്ന് മേടിച്ചുകൊണ്ട് വന്നതിന് ചെറിയ പീസസ് ആയിട്ട് കുറച്ചെടുത്ത് കട്ട് ചെയ്ത് ഇതുപോലെ വെച്ചിരുന്നു. അതിൽ ഉപ്പും കുരുമുളകും ഒരല്പം ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് കുറച്ച് എണ്ണ ഒഴിച്ച്, വളരെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുകയാണേ. അപ്പൊ ഇതിൽ ഒരുപാട് ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. ട്വിസ്റ്റ് എന്താണെന്നുള്ളത് ഈ വീഡിയോ ഫുള്ള് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ കാണിക്കുന്ന ചാട്ടവും ഓട്ടോ ഒക്കെ ഇപ്പൊ തീരും കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള ഇതാണ്. അപ്പൊ ദാ ശിവചേട്ടനുള്ള ചായ റെഡിയായി. അപ്പം സാധാരണ രാവിലെ ശിവചേട്ടൻ പോകുമ്പോൾ പൊന്നുവിനെ വിളിച്ചെണീപ്പിച്ചിട്ട് പോകും. അവൾ എണീറ്റ് വരെയൊക്കെ ചെയ്യുന്നതാണ്, അടുക്കളയിൽ വന്ന് എന്നെയൊക്കെ നോക്കും കേട്ടോ. പക്ഷെ ഇന്ന് ആളെ കണ്ടില്ല. അങ്ങനെ ഞാൻ പൊന്നുവിനെ തപ്പി വന്നതാണ്. ഞാൻ വിചാരിച്ചു മടി പിടിച്ച് ഉറക്കമായിരിക്കും എന്ന് പറഞ്ഞ് വന്നപ്പോഴത്തേക്കുണ്ട് നല്ല പനി. പനി എന്ന് പറഞ്ഞാൽ അടിപൊളി പനി. പൊന്നുവിന് മാത്രമല്ല മാധുവിനും വയ്യ. രണ്ടുപേർക്കും വെട്ടിയിട്ടതുപോലെ ദാ കിടപ്പുണ്ട്. അപ്പൊ ഇവരുടെ റൂമിൽ ഞാൻ കുറെ ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ട് കേട്ടോ. രണ്ടുപേർക്കും 2 കട്ടിൽ വേണമെന്ന് ബഹളം വെച്ചോണ്ട് അപ്പുറത്തെ റൂമിൽ കിടന്ന സിംഗിൾ ബെഡ് കൊണ്ടുവന്ന് മാധുവിന് ഇട്ട് കൊടുത്ത്. ഇനിയിപ്പോ ഒരു സിംഗിൾ ബെഡും കൂടെ വാങ്ങിച്ചിട്ട് ഈ ഡബിൾ ബെഡ് എടുത്ത് അപ്പുറത്തെ റൂമിൽ ഇടണം. അപ്പൊ ഇവിടെ നല്ല സ്പേസ് കിട്ടും. അതുകൊണ്ടാണ് ഇവിടെ ഇപ്പൊ ഇച്ചിരി ഇടുങ്ങിയതുപോലെ തോന്നുന്നതേ. അപ്പൊ മാധുവിന് ഒട്ടും വയ്യ കേട്ടോ. എണീറ്റ് വന്നിരിക്കുകയാണ്. മാധുവിന് ചെറിയ ചൂടുണ്ട്, പിന്നെ ഭയങ്കര തലവേദന പറയണു, തൊണ്ടവേദന പറയണു, അങ്ങനെ ആകെ ബഹളമാണ്. രണ്ടുപേർക്കും പനിയായി കേട്ടോ. നല്ല പനിയുണ്ട്. ഇനിയിപ്പോ എന്തായാലും സ്കൂളിൽ വിടാൻ പറ്റൂല. പിന്നെ നമ്മൾ വാങ്ങിച്ച പിസ്സയൊക്കെ ഉണ്ടാക്കണ വേണ്ടെന്നുള്ളതാണ്. ഞാനാണെങ്കിൽ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുകയൊക്കെ ചെയ്തു. ഉണ്ടാക്കണോ ഇല്ലേ എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ പിന്നെ കാണാം കേട്ടോ. അതായത് ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ പനി മാറും തോന്നുന്നില്ല. നല്ല പനിയുണ്ട്. എന്തായാലും ഞാൻ ഇനി ഇവരെ അങ്ങ് നോക്കട്ടെ കേട്ടോ. ഒരു കിടക്കട്ടെ. എന്തായാലും ഇന്ന് സ്കൂളിൽ വിടാൻ പറ്റില്ല. കാരണം സ്കൂളിലുള്ള ബാക്കി പിള്ളേർക്കും കൂടെ ഈ പനി വരും. നമ്മളായിട്ട് എന്തിനാണ് ബാക്കിയുള്ളവരെ കൂടെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്. ഇന്നലെ രാത്രി വരെ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. ഭയങ്കര ആക്റ്റീവായിട്ടൊക്കെ നടന്നതാണ് കേട്ടോ. ഇന്ന് രാവിലെ സാധാരണ എന്നും രാവിലെ 5 മണിക്ക് അച്ഛൻ വിളിക്കുമ്പോൾ എഴുന്നേക്കും. പൊന്നും എഴുന്നേക്കും, മൂത്തോളം എഴുന്നേക്കും. ഇദ്ദേഹത്തിന് ഞാൻ പിന്നെ കുറെ ജോലിയൊക്കെ ഒതുക്കിയിട്ട് വന്ന് വിളിച്ചുണർത്തുകയാണ് ചെയ്യുന്നത്. ഉണർത്തി കൊണ്ടുപോയി കുളിപ്പിച്ചിരുത്തിയിട്ട് ഞാൻ വീണ്ടും ബാക്കി ചെയ്യും. അങ്ങനെയാണ് ഇന്നലെയൊക്കെ ചെയ്തത്. പക്ഷെ ഇന്നിപ്പം നല്ല പനിയായി. അദ്ദേഹം എഴുന്നേക്കാത്തത് കൊണ്ട് ഞാൻ നോക്കാൻ വന്നതാണ്. ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല, കിടന്നു. രണ്ടുപേരും കിടക്കട്ടെ. അപ്പൊ അതാ രണ്ടുപേർക്കും പനിയായി. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു ഒന്നും ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു. പിസ്സയൊക്കെ ആ ബ്രെഡില്ലേ, അതിന് ഇനിയും 3-4 ദിവസം എക്സ്പയറി ഡേറ്റ് ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ അതൊക്കെ എടുത്തങ്ങ് ഫ്രിഡ്ജിൽ വെച്ചു. പിന്നെ അതാ പുട്ടിന് മാവ് നനച്ച് തന്നുകൊണ്ട് രക്ഷപ്പെട്ടു കേട്ടോ. അപ്പൊ എനിക്കും ഇന്നലെ രാത്രി മുതലേ ഭയങ്കര തലവേദനയായിരുന്നു. ഞാൻ ഗുളികയൊക്കെ കഴിച്ചിട്ടാണ് കിടന്നത്. അപ്പൊ അതാ പുട്ടൊക്കെ ഉണ്ടാക്കാൻ വെച്ച് കേട്ടോ. കടലക്കറി ഉണ്ട്. അപ്പൊ നമ്മളെ ജോലിയൊക്കെ പകുതി മുക്കാലും ഓക്കെ ആയി. ഇനിയിപ്പോ എന്താ കുറച്ച് അരിയും ഉഴുന്നും ആട്ടാനിടുകയാണ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഇഡ്ഡലിയുടെ അല്ലെങ്കിൽ ദോശയുടെ മാവ് വീട്ടിലുണ്ടെങ്കിൽ തന്നെ പകുതി പണി കുറഞ്ഞതുപോലെ തോന്നും അല്ലെ. നമുക്ക് എന്തെങ്കിലുമൊക്കെ അത് വെച്ച് ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഞാൻ ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും. അപ്പൊ നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് ഇത്രയും പേർക്കും കൂടെ 4 പേരുള്ള ഒരു ഫാമിലിക്ക് ഇത്രയൊക്കെ ആട്ടി വെക്കേണ്ട കാര്യമുണ്ടോ? മുമ്പ് ഞാൻ ഇങ്ങനെ ആട്ടി വെക്കുമായിരുന്നു. ആട്ടി കൊണ്ടുവന്ന് പല പാത്രങ്ങളിലാക്കി പുളിക്കാൻ വെളിയിൽ വെക്കൂല, അല്ലാതെ തന്നെ പാത്രത്തോടു കൂടി എടുത്ത് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. അപ്പം നമുക്ക് ഒരാഴ്ച വരെ ഇങ്ങനെ മാറിയും തിരിഞ്ഞും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുമായിരുന്നേ. ഇപ്പം എൻ്റെ അനിയത്തി ഉണ്ടല്ലോ, സെപ്പറേറ്റ് വീട് മാറി. അപ്പോഴത്തേക്കും അവക്കും ഞാൻ ഇപ്പൊ കുറച്ച് കൊടുക്കും കേട്ടോ. പിന്നെ അവർക്ക് ഒരു അല്പം മതി, കാരണം ആട്ടിയ അവർക്ക് നഷ്ടമാണ്. അനിയത്തിയും ഹസ്ബൻഡും നമ്മളെ മുത്തുമണിയില്ലേ മോളും മാത്രമാണ് മാറിയത്. അപ്പൊ പിന്നെ വെറുതെ ആട്ടി സമയം കളയണ്ടെന്നും പറഞ്ഞ് ഞാൻ ആട്ടുമ്പോൾ അതിൽ നിന്ന് കുറച്ച് മാവങ്ങ് കൊടുക്കുവേ.
പിന്നെ അപ്പം ദാ നമ്മുടെ ഒരു കുറ്റി പുട്ടായിട്ടുണ്ട്. അപ്പം അടുത്ത കുറ്റിയും കൂടെ വെച്ച് കേട്ടോ. അപ്പം ഞാൻ എന്തായാലും പിള്ളേർക്ക് ഉണ്ടാക്കണില്ല, ഈ 2 ചേട്ടപ്പുട്ടിൽ മതിയാക്കുകയാണ് പണി. കാരണം എന്തെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ പുട്ടുണ്ടാക്കിയാലും പിള്ളേർ കഴിക്കുന്നില്ല, അവർക്ക് ഒട്ടും വയ്യാത്തത് കൊണ്ട് എന്തായാലും കഴിക്കാൻ പോണില്ല. പകരം ബ്രെഡ് ഇരിപ്പുണ്ട്, അപ്പം അത് കൊടുക്കാമെന്ന് വിചാരിച്ചേ. അപ്പം ഞാൻ എന്താ പുട്ടുണ്ടാക്കിയിട്ട് പോണത് വരെയല്ലേ നിങ്ങൾ കണ്ടുള്ളൂ. കഴിഞ്ഞ് എനിക്കും ഒട്ടും വയ്യാതായി, ഭയങ്കര ക്ഷീണവും അതുപോലെ തലവേദന കാരണം കണ്ണിൽ കൂടി ഇങ്ങനെ വെള്ളം ഒലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഏതാണ്ട് പനിയുടെ കോള് പോലെയായിരുന്നു, പക്ഷെ പനിച്ചില്ല കേട്ടോ എനിക്ക്. പക്ഷെ ഭയങ്കര തലവേദനയായിരുന്നു, കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒലിച്ചുകൊണ്ടിരുന്നു. ശിവചേട്ടൻ കാപ്പ് കുടിക്കാൻ വന്നപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞ്, കണ്ടാൽ തന്നെ അറിയാം ഒട്ടും വയ്യാന്ന്, ഇനിയിപ്പോൾ ഒന്നും ഉണ്ടാക്കണ്ട, പിള്ളേർക്കും വയ്യാത്തയിലേ കഞ്ഞി വെച്ചാൽ മതി എന്ന് പറഞ്ഞേട്ടാ. ഇവിടെ ശിവചേട്ടനും പിള്ളേർക്കും കഞ്ഞി ഇഷ്ടമാണ്, എനിക്കിഷ്ടമല്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അധികം ഇങ്ങനെ കഞ്ഞി വെച്ചു കൊടുക്കില്ല. ശിവചേട്ടന് ഇഷ്ടമെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ സെപ്പറേറ്റ് വെച്ച് കൊടുക്കണമല്ലോ, എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കഞ്ഞി, അതായത് അരിയും പയറും ചെറിയ ഉള്ളിയും ഉലുവയും തിരുവിയ തേങ്ങയും എല്ലാം കൂടെ ഇട്ട് ഒരുമിച്ച് ഉണ്ടാക്കി കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാണ്. പിള്ളേർക്കും ഇഷ്ടമാണ് കഞ്ഞി. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇന്ന് അതാക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കയറി കിടന്നു. 12:30 ആയപ്പോഴാണ് പിന്നെ എണീറ്റത്. പിന്നെ പെട്ടെന്ന് വന്ന് കുക്കറിൽ തന്നെയല്ല കഞ്ഞി പെട്ടെന്നാവും, ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല. അങ്ങനെ പിന്നെ കഞ്ഞിക്ക് വെച്ചു. പിന്നെ കഞ്ഞിയിലൂടെ ഒരല്പം ചമ്മന്തി അരച്ച്, കട്ട ചമ്മന്തി അരച്ച് നോക്കിയപ്പോഴത്തേക്ക് ഒരു പാക്കറ്റ് പപ്പടം ഇരിപ്പുണ്ടായിരുന്നു. അത് പിന്നെ എയർ ഫ്രയറിലിട്ട് ചുട്ടെടുത്തേ. അപ്പം കഞ്ഞിയും പപ്പടവും ചമ്മന്തിയും പിന്നെ അച്ചാർ ഇരിപ്പുണ്ടായിരുന്നു, അച്ചാറും ഒക്കെ കൂടെ കൂട്ടി നമ്മൾ ഉച്ചയ്ക്കുള്ള കാര്യം കഴിച്ചു കേട്ടോ. 12:30 ആയതുകൊണ്ട് തന്നെ ശിവചേട്ടൻ ഉച്ചയ്ക്ക് 1 മണിക്കാണേ ഉണ്ണാൻ വരുന്നത്. അപ്പം അതുകൊണ്ട് പെട്ടെന്ന് സ്പീഡി എല്ലാം ചെയ്തു. എന്തായാലും ശിവചേട്ടൻ വന്നപ്പോഴത്തേക്ക് കറക്റ്റ് സമയത്ത് ഫുഡെല്ലാം ആയി കൊടുക്കാൻ പറ്റിയേ. ഇതിൻ്റെ ഇടയ്ക്ക് രാവിലെ നമ്മൾ പിള്ളേർക്ക് ഞാൻ ഇച്ചിരി ബ്രെഡൊക്കെ കൊടുത്തു, ബ്രെഡും ഇച്ചിരി കട്ടൻ തേയിലയൊക്കെ ഇട്ട് കൊടുത്ത് അതൊക്കെ കുടിപ്പിച്ചതിന് ശേഷം 2 പേർക്ക് മരുന്ന് കൊടുത്ത് പൊന്നും അപ്പോഴേ തന്നെ പോയി കിടന്നങ്ങ് ഉറങ്ങി. നന്നായിട്ട് ഉറങ്ങി എണീറ്റ് കഴിഞ്ഞപ്പോൾ 2 പേരുടെയും പനിയൊക്കെ കുറഞ്ഞു. ഇളയ ആളുടേതാണെങ്കിൽ കിടന്നില്ല. ആശാത്തിക്ക് മരുന്ന് കഴിച്ചതും പനി കുറഞ്ഞു. ആശാത്തി ഇവിടെ കിടന്ന് ഭയങ്കര ബഹളമായിരുന്നു. ഞാൻ കിടന്നേ ഉള്ളൂ, എനിക്ക് ശരിക്കും നേരെ ഉറങ്ങാനോ അല്ലെങ്കിൽ ഒന്നിനും പറ്റിയില്ല. കാരണം ഇത് ഇടയ്ക്കിടയ്ക്ക് വന്ന് അമ്മ 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 എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നേ. അപ്പം നിങ്ങൾക്കും ഇതുപോലെയൊക്കെ വീട്ടിൽ കിടക്കാൻ വയ്യാതായാൽ കിടക്കാൻ പറ്റുമോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ നമ്മൾ രാവിലെ പിസയൊക്കെ ഉണ്ടാക്കാം, സ്പെഷ്യൽ വിഭവമൊക്കെ ലഞ്ചിനൊക്കെ ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞിരുന്നതാണ്. അപ്പം അതെല്ലാം കുളമായേ. ഇതുപോലെ നിങ്ങൾക്കും സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം പണ്ട് പറയില്ലേ, മാൻ പ്രൊപ്പോസസ് ഗോഡ് ഡിസ്പോസസ് എന്ന്. ഇന്നത്തെ എൻ്റെ അവസ്ഥ അതായിരുന്നു. രാവിലെ ഞാൻ എന്തെല്ലാം പ്ലാൻ ചെയ്തിരുന്നതാണ്, എല്ലാം കുളമായേ. എങ്കിലും കുഴപ്പമില്ല, പിള്ളേർക്ക് ചെറിയൊരു പനി വന്നെങ്കിലും വലിയ സീനില്ലാതെ അതങ്ങ് പോയത് കൊണ്ട് എനിക്കൊരു സമാധാനം. പനി കടുക്കെങ്ങാനും ചെയ്തിരുന്നെങ്കിൽ ഞാനും പെട്ടുപോയേനെയല്ലോ. നമ്മൾ രാവിലെ അരിയും ഉഴുന്നുമൊക്കെ വെള്ളത്തിൽ ഇട്ടിരുന്നല്ലോ. അപ്പൊ അതൊക്കെ ഇതുപോലെ ഇങ്ങനെ പാത്രത്തിലാക്കി വെച്ച ശുചിച്ചേട്ടൻ ഉണ്ട് കഴിഞ്ഞിട്ട് ഒരു 2 മണിയാകുമ്പോൾ ജോലിക്ക് പോകും. അപ്പൊ ആ സമയത്ത് കൊണ്ടുവന്ന് മില്ലിൽ കൊടുത്തിട്ട് പോകും കേട്ടോ. അപ്പൊ മുമ്പും ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്തിട്ട് പോണത്. രാവിലെ ജോലിക്ക് പോകുന്ന സമയത്ത് ഇതുപോലെ വെള്ളത്തിലിട്ട് ഈ പാത്രത്തിൽ ഇവിടെ ഇങ്ങനെ വെച്ചിരുന്ന ഈ തൂക്കുപാത്രം എടുത്ത് അടച്ചു വെച്ചിരുന്ന ആശാൻ എടുത്ത് വെച്ച് കൊണ്ടുപോക്കോളും. എല്ലാം എടുത്ത് വെച്ചു കൊടുക്കണം കേട്ടോ, അല്ലാതെ തനിയൊന്നും എടുത്തോണ്ട് പോവുകയൊന്നുമില്ല. അപ്പൊ അതെല്ലാം ആക്കി സെറ്റാക്കി എല്ലാം വെച്ചേക്കാണ് കേട്ടോ. എല്ലാം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ജോലി തീർന്നല്ലോ. അപ്പൊ എനിക്ക് ഇച്ചിരി പോയി കിടക്കാലോ ഇരിക്കാലോ എന്നും പറഞ്ഞാണ്. പക്ഷെ ഈ സമയമൊക്കെ ആയപ്പോ നമ്മുടെ മാധു വീണ്ടും പോയി കിടന്നുറങ്ങി, ഉറങ്ങി. പനി ഉണ്ടായിരുന്നു കേട്ടോ ചെറുതായിട്ട്. അപ്പൊ നമ്മുടെ കുക്കറിന്റെ വിസിലൊക്കെ വന്ന് നമ്മുടെ കഞ്ഞിയൊക്കെ റെഡിയായി. പിന്നെ സമയം വെറുതെ കളയണ്ടെന്നും പറഞ്ഞ് കഞ്ഞി കുടിക്കാനുള്ള പാത്രങ്ങളും സ്പൂണുകളും എല്ലാം കഴുകി എടുത്ത് വെച്ച് ചമ്മന്തിയൊക്കെ പാത്രത്തിലാക്കി. നോക്കുമ്പം ഒരു ചമ്മന്തിയും കഞ്ഞിയും മാത്രമാണ് ഉണ്ടാക്കിയതെങ്കിലും എത്രമാത്രം പാത്രങ്ങളാണല്ലേ കഴുകാൻ വരണം. ഈ അടുക്കളയിൽ കിടന്ന് ഓടണവർക്കേ അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. അപ്പൊ നമ്മുടെ കഞ്ഞിയില് കുക്കറിന്റെ വിസിലെല്ലാം മാറി വെന്താന്നൊക്കെ നോക്കുകയാണ് കേട്ടോ. അപ്പൊ വെന്തിട്ടുണ്ട്. കാരണം ഇപ്പൊ പ്രാവശ്യം വാങ്ങിച്ച അരി ഇതുവരെ കഞ്ഞി വെച്ചില്ലല്ലോ. ചോറ് വെച്ച് കഞ്ഞിയാക്കിയിട്ടില്ലാത്തത് കൊണ്ട് വിസിൽ മതിയാവൂന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ അതുകൊണ്ട് എടുത്തു. അപ്പൊ വെള്ളം കുറവായതുകൊണ്ട് ഞാൻ ഇവിടെ ഇച്ചിരി നേരത്തെ ചൂടാക്കിയ വെള്ളം കുറച്ച് വെച്ചിരുന്നു, പിള്ളേർക്ക് തൊണ്ട കാർലിയാനൊക്കെ കൊടുത്തതേ. അപ്പൊ അതൊക്കെ എടുത്തു വെച്ചു. കണ്ടോ നമ്മുടെ ചുട്ട പപ്പടമൊക്കെ എടുത്തു വെച്ച് നമ്മുടെ കഞ്ഞിയെല്ലാം സെറ്റായി. അപ്പൊ ഇനി ഞങ്ങൾ കഞ്ഞിയൊക്കെ കുടിക്കട്ടെ. നിങ്ങൾക്ക് ഇന്ന് എന്തായിരുന്നു എന്നൊക്കെ പറയണം കേട്ടോ കമന്റില്, ഫുഡ് എന്തായിരുന്നു എന്നൊക്കെ ഉള്ളത്. അപ്പൊ എല്ലാവരും വീട്ടിൽ സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.